26ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9847133393 9447383717 എന്ന നമ്പറിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം മുനിസിപ്പൽ ഓഫീസ് മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തെ വ്യാപാര സംഘടനകൾ ഒറ്റപ്പാലം മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹരിത കർമ്മസേനയുടെ യൂസർ ഫീസ് പുനഃക്രമീകരിക്കുക, വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് തോമസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് PP ഉദ്ഘാടനം നിർവഹിച്ചു. യൂസ്ഡ് വെഹിക്കിൾ താലൂക്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ, വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത ഇ, ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പ്രസിഡന്റ് തിലകം, KVVES യൂണിറ്റ് ട്രഷറർ KT സുരേഷ് ബാബു, വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ, കോറ പ്രസിഡന്റ് ഭാസ്കരൻ, ബാർബർ അസോസിയേഷൻ സുന്ദരൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് വേണ്ടി കേരള സ്റ്റേറ്റ് ഹയർവുഡ് ഓണർ അസോസിയേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി മുസ്തഫ ഹാജി, ടൈലേഴ്സ് അസോസിയേഷന് വേണ്ടി അനിത സുന്ദരൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം KP സ്വാഗതവും യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ V നന്ദിയും പറഞ്ഞു. ഉന്നയിച്ചിട്ടുള്ളത് 2 വിഷയങ്ങളെയാണെന്ന് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റപ്പാലത്ത് വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോക്കുകുത്തി സംവിധാനത്തിലൂടെ ഹരിത കർമ്മസേനയ്ക്ക് മാസം തോറും 150 എന്ന കണക്കിൽ ഒരു വർഷത്തിന് 1800 രൂപ അടച്ചെങ്കിൽ മാത്രമേ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ആ വ്യാപാര സ്ഥാപനം മാലിന്യങ്ങൾ സംഭരിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം കൂടിയും സംസ്ഥാനത്ത് ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയാണ്. ചെറുകിട വ്യാപാര മേഖലകളിൽ കാറ്റഗറൈസ് ചെയ്യണമെന്ന്